സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും പിടിപ്പുകേട് കൊണ്ട് തന്നെ സർക്കാർ കൂപ്പുകുത്തുകയാണ്. തുടർഭരണത്തിനു വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന പിണറായി സർക്കാരിന് വൻ തിരിച്ചടിയാണ് ആരോഗ്യ വകുപ്പിലൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ അതിശക്തമായ ആരോപണവുമായിട്ടാണ് വീണ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. കള്ളം പറയുന്നതിനും ഒരതിരില്ലേ? അവിടുത്തെ ഉപകരണങ്ങൾ കാണാതായി എന്നുള്ള പേരിലാണ് ഡോക്ടർ ഹാരിസിനെ കുറ്റവാളിയാക്കാൻ വീണ ജോർജിൻ്റെ ശ്രമം. ഒടുവിൽ അതും പാളി. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്, ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസിനെ കുരുക്കും എന്നുള്ളത് കൊണ്ട്. കാര്യം, ഈ സർക്കാർ പലപ്പോഴും വലിയ ഇമേജ് ഉണ്ടാക്കി നിൽക്കുന്നത് ആരോഗ്യ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തിന് തന്നെ മാതൃകയായി എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടന്ന കേരളം ഇപ്പോൾ ഈ വളരെ തരം താണ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണമില്ലാത്ത, ആരോഗ്യ പരിപാലനം നടത്താത്ത ഒരു സർക്കാരായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണം വീണ ജോർജിനും സർക്കാരിനും വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ അനുനയ നീക്കവുമായിട്ട് ആരോഗ്യ വകുപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ ഹാരിസിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കണക്കുകൂട്ടലാണ് നിൽക്കുന്നത്. ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ ഒരു കാര്യം, അവിടുത്തെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണം ലഭ്യമല്ല എന്നുള്ള കാരണമാണ് എടുത്തു പറഞ്ഞിരുന്നത്. ഇത് പലവട്ടം വകുപ്പിനെ അറിയിച്ചിട്ട് പോലും വേണ്ടത്ര നടപടി കൈക്കൊള്ളുന്നില്ല. രോഗികൾ അവിടെ മെഡിക്കൽ കോളേജിൽ വലയുകയാണ് ചെയ്യുന്നത്. ഇത് ഏതൊരു സാധാരണക്കാരനും അവിടെ നിന്നുള്ള കാഴ്ചയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഹാരിസ് തുറന്നെഴുതിയത് ആരോഗ്യ വകുപ്പിനെ ചൊടിപ്പിച്ചു. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ഇത് ഡോക്ടർ ഹാരിസ് ഇത്തരത്തിൽ ചെയ്തത്. ഇതിനു പിന്നിൽ വലിയ ലോബി ഉണ്ട് എന്നൊക്കെയാണ് വീണ ജോർജ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. കേരളത്തിലെ ഏറ്റവും പക്ക പരാജയത്തിൽ നിൽക്കുന്ന ഒരു ആരോഗ്യ വകുപ്പും ഒരു ആരോഗ്യ മന്ത്രിയുമാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ UDFിൻ്റെ കാലത്ത് ഈ ആരോഗ്യ വകുപ്പ് കുത്തഴിയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് കുത്തഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ കാലത്ത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയത്ത് ചില വകുപ്പുകളെ കൂടുതൽ ജനകീയമാക്കും, ജനങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. 1 പൊതുജനാരോഗ്യം, 2 പൊതുവിദ്യാഭ്യാസം, 3 പൊതുഗതാഗതം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയും. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു സമയം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ആ സർക്കാരിന് അനുകൂലമായി മാറുകയും ചെയ്തു. ഇപ്പം ശബരിമല യുവതീ പ്രവേശം, അതുപോലെ തന്നെ കോവിഡ്, പ്രളയം, അങ്ങനെ നിരവധി കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമായി മാറി. ഇതിനെയൊക്കെ സമചിത്തതയോടുകൂടി നേരിട്ടു. വേണ്ട തരത്തിലുള്ള സഹകരണങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി. ഇത് പറഞ്ഞുകൊണ്ട് 2021 വളരെ സുഖകരമായിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർക്ക് അടിമുടി അഹങ്കാരം കൂട്ടാൻ കഴിഞ്ഞ കാര്യം. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്ല ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത്. നമുക്കറിയാം, 2016 വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കുന്നത് സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. സഭ CPM-ഉമായിട്ടുണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2021 മന്ത്രിയുമാക്കി മാറ്റിയത്. ഇതിനിടയ്ക്ക് 2019 ലോക്സഭയിലേക്ക് മത്സരിച്ചു, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന്. അന്ന് ആന്റണി തന്നെയാണ് വിജയിച്ചത്. അപ്പോൾ 2021 മന്ത്രിയാക്കാം
ഏതെങ്കിലും ഒരു വകുപ്പ്, അത് പ്രധാന വകുപ്പ് തന്നെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് സഭയുമായിട്ടുള്ള നീക്കുപോക്ക് നടത്തിയത്. അത് ഇപ്പോൾ സർക്കാരിനും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ പാളിച്ച പറ്റിയപ്പോൾ മന്ത്രിയെ ഒട്ട് മാറ്റാനും സാധിക്കാത്ത അവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ മന്ത്രിയെ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. കാരണം വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാനായിട്ടുള്ളത്. ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു മന്ത്രിയുടെ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയേ വേണ്ട. സഭയുമായിട്ടുള്ള, അതായത് ആ കരാറ് പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുകയാണ് ചെയ്യുന്നത് ഈ ആരോഗ്യ വകുപ്പിലൂടെ. മറ്റു പല വകുപ്പുകളും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, കാരണം പൊതുജന ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ ഘടകം ഇപ്പോൾ വളരെ അലങ്കോലപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഡോക്ടർ ഹാരിസ് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടറുടെ ചോദ്യങ്ങൾക്കിപ്പോൾ വീണ ജോർജും സർക്കാർ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അതായത് ഉപകരണം കാണാനില്ലെന്ന ആക്ഷേപത്തിന് കൃത്യതയാർന്ന പ്രതികരണമാണ് ഡോക്ടർ നടത്തിയത്. അന്വേഷണത്തിനെത്തിയ വിദഗ്ധ സമിതി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ അന്വേഷണ പരിധിയിലുള്ള വിഷയം അതായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ഹാരിസിനെ ടാർഗറ്റ് ചെയ്ത് വന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കെണിയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സമിതിയുടെ ലക്ഷ്യം. ഉപകരണങ്ങൾക്ക് വർഷാവർഷം ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഓസിലോസ്കോപ്പിന് 20 ലക്ഷമില്ല, 14 ലക്ഷത്തിൻ്റെ ഉപകരണത്തിൻ്റെ ചിത്രങ്ങൾ ജില്ലാ കളക്ടറുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ കുരുക്കിൽപ്പെട്ടു പോയത് വീണ ജോർജാണ്. എന്നിട്ട് പറയുന്നതോ ഇവിടെ നടന്നത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ MBA ഡോക്ടറെ കുരിക്കാനുള്ള വീണ ജോർജിൻ്റെ ശ്രമമാണ് പാളിപ്പോയത്. ഡോക്ടറെ കുരുക്കിക്കൊണ്ട്, അതായത് ഡോക്ടർ അഴിമതിക്കാരനാണ്, അഹങ്കാരിയാണ് എന്നെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് കുരിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണ സമിതിയെ തന്നെ വെച്ചത്. നമുക്കറിയാം, പല അന്വേഷണ സമിതികളും അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഉത്തരം കൊടുക്കത്തക്ക രീതിയിലായിരിക്കും എത്തുക. അത്തരത്തിലൊരു അന്വേഷണ സമിതിയെയാണ് ഇവിടെ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിലും മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത്. പക്ഷേ അവർ വേണ്ട തരത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന്. കാരണം ഡോക്ടർ അവർ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ആ മറുപടി തന്നെ ഇവരിൽ വേണ്ട തരത്തിൽ അവരുടെ ചോദ്യങ്ങളെ തന്നെ പൊളിക്കുന്ന രീതിയിലായിരുന്നു കൃത്യതയാർന്ന ആ മറുപടി. ഇതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡോക്ടറിന് ജനകീയ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇത്രയും നാളായിട്ടും 1.5 മാസമായിട്ടും ഈ വിഷയം ജനങ്ങൾ മറന്നിട്ടില്ല. കാരണം ഡോക്ടർ ഹാരിസ് ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടാം, പക്ഷേ കുട്ടി മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. ഡോക്ടർ ഹാരിസിൻ്റെ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയും അതിന് പരിഹാരം കണ്ടെത്തുമ്പോൾ മാത്രമേ ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും വിജയിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ ഹാരിസ് തന്നെയാണ് ശരിയെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്.